ചില മാസങ്ങൾക്ക് ശേഷം എനിക്കും നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ നിൽക്കുവാൻ ദൈവം അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for giving me the opportunity to stand before you after a few months. നിങ്ങൾ അറിയുന്ന പോലെ കഴിഞ്ഞ മാസങ്ങളിൽ പലവിധമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ ചെറിയ നിലയിലുള്ള വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. As you all are aware, in the last few months there were several experiences of pain and loss. എന്നാൽ അതിൻ്റെ ഇടയിലെല്ലാം ദൈവത്തിൻ്റെ ധാരാളമായ കാവലും പരിപാലനവും ആശ്വാസവും ലഭിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Along with it all, we also experienced the comfort and the peace from God, and I give thanks to God for that. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി കുടുംബമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. I know that each of you prayed for us as family, so I want to extend my heartfelt gratitude to each of you for that. ഞാൻ പറഞ്ഞ പോലെ മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. Like I was saying that we are social beings. ഒരാൾക്ക് ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കുവാനായിട്ട് പറ്റത്തില്ല. It is very difficult and sometimes impossible to live without depending on each other. അങ്ങനെ ജീവിക്കുമ്പോൾ അവർ തമ്മിലുള്ളൊരു ഐക്യം ആവശ്യമാണ്. And as we live together in a community, a society, we need to have a unity between ourselves. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം ഐക്യം എന്നുള്ളതാണ്. So today I want to speak on the topic of unity. അതിനോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായമാണ് ആധികാരികമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആധാരമായിട്ട് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. I am basing all my thoughts today based on Philippians chapter 2. ചാക്കോച്ചനും കുഞ്ഞമ്മയും അവര് ഭാര്യ ഭർത്താക്കന്മാരാണ്. Chakochan and Kunyamma are husband and wife. ഒരു ദിവസം അവർ വിശ്വാസികളാണ് കേട്ടോ. They are believers. ഒരു ദിവസം ചാക്കോച്ചൻ വന്ന് കുഞ്ഞമ്മയോട് പറഞ്ഞു, കുഞ്ഞമ്മേ കൊച്ചേ, നമ്മുടെ ആ മണിപ്പൂരിലുള്ള ആ തോമസ് ഉണ്ടല്ലോ, ആ സുവിശേഷകൻ, അയാൾ നമുക്കൊരു എഴുത്ത് അയച്ചിട്ടുണ്ട്, നമുക്കൊരു 500 രൂപയൊക്കെ അയച്ചു കൊടുത്താലോ. So one day Chakochan comes and approaches his wife Kujamma and calls her darling. We received a letter from our evangelist Thomas in Manipur. How about if we send 500 rupees to that brother? ഓ, കുഞ്ഞമ്മ പറയുകയാണ്, അയ്യോ സുവിശേഷകന്മാര് അവരിങ്ങനെ എത്രയോ എഴുത്തുകളായിരിക്കും വിട്ടിരിക്കുന്നത്. So darling Kunyamma responds by saying that, oh, evangelists, they send letters all over. ഈ എഴുത്ത് കിട്ടുന്നിടത്തുനിന്ന് എല്ലാവരും പൈസ അവർക്ക് അയച്ചു കൊടുക്കും. Everybody who receives the letter is giving them money. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ അവർക്ക് അങ്ങ് അയച്ചു കൊടുത്തേരെ. So Kunyamma said, if you want, Chakochan, you can send 100 rupees. അവർ തമ്മിൽ ഐക്യത്തിലാണോ? Are they united in this purpose of helping this evangelist and helping for God's work? ഞാൻ പറയാം അവർ ഐക്യത്തിലല്ല എന്ന്. My assessment is that they are not united in this cause. എന്നാൽ കുഞ്ഞമ്മ പറയുകയാണ്, അയ്യോ ആ സുവിശേഷൻ എത്രയോ വർഷമായിട്ടാണ് ആ മണിപ്പൂരിൽ പോയി സുവിശേഷ വേല ചെയ്യുന്നത്. On the other hand, if Kunyamma said, yes, we know this evangelist he has been working in Manipur for so many years and working so ചെറുപ്പത്തിലേ hard. പോയതാണ്, എനിക്ക് അദ്ദേഹത്തെ അറിയാം. I know him, he went there in his young age. വീട്ടുകാരെയും നാട്ടുകാരെയും തന്റെ സഭയും എല്ലാം വിട്ട് എത്ര വർഷമായിട്ട് പോയി അധ്വാനിക്കുകയാണ്. He left his church, his family, dear ones behind and went to serve the Lord. അവരുടെ ആ അധ്വാനത്തിൽ 500 രൂപ അവർക്ക് കൊടുക്കേണ്ടതാണ്. Then he said that, Chakochan, you're right, I think we should give 500 rupees. പക്ഷെ നമുക്കും ചില ആവശ്യങ്ങളൊക്കെ ഇല്ലേ? But don't we also have some നമ്മുടെ needs? മോട്ടോർ പോയി കിടക്കുകയാണ്. The motor that used to draw water from the well is broken. അതുകൊണ്ട് നമുക്കൊരു 250 രൂപ കൊടുത്താലോ? How about 250? ഈ ഒരു സംസാരത്തിൽ നിന്ന് ചാക്കോച്ചനും പറയും, ശരിയാണ്, നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസമുണ്ട്, 250 രൂപ നമുക്ക് കൊടുക്കാം. So in this conversation they come to some kind of agreement that okay, since we also have needs, let's send 250 rupees. നമുക്കിപ്പോൾ 250 കൊടുക്കാം, അടുത്ത മാസം ദൈവം അനുവദിച്ചാൽ ഒരു 250 കൊടുക്കാം. God willing, the following month also we will send 250 rupees. അവർ ഐക്യത്തിലാണ്. They are thus united. സഭയോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സഭയായിട്ട് അല്ലെങ്കിൽ ഒരു സഭ ഒരു പ്രോഗ്രാം നടത്തുകയാണ്. When we bring it to our church assembly level, let's say our church is sponsoring a gospel event. ഉദാഹരണമായിട്ട് നമ്മളൊരു സംഗീത വിരുന്ന് നടത്തുന്നു. We are having a musical evening. നമ്മൾ അനേകരെ വിളിച്ച് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് വേണ്ട സംവിധാനങ്ങളും അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. We have advertised and marketed the event enough. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. The program's over, it was a success. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംസാരം കേൾക്കുകയാണ്, അയ്യോ
നമ്മൾ പൈസ വെറുതെ കളഞ്ഞല്ലോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അവിടെ ആൾക്കാരൊന്നും കൂടി വന്നില്ല. After a week, there's a conversation going around saying that we spent a lot of money, but not enough people came. അതൊരു പരാജയമായിപ്പോയി. ഇങ്ങനത്തെ പരിപാടികൾ ഇനി മുന്നോട്ട് നമുക്ക് നടത്തേണ്ടതില്ല. Oh, it was a failure, so we should not do any such events in future. ഇങ്ങനെ ഒരു ചിന്ത വന്നാൽ ആ സഭ എങ്ങനെയായിരിക്കും? ഒരു ഐക്യമായിരിക്കുമോ? If this is the kind of conversation in that particular assembly, will there be unity there? എന്നാൽ ഇങ്ങനെയാണ് സംസാരം വരുന്നത്. അയ്യോ, നമ്മളെല്ലാ അറേഞ്ച്മെന്റും അവിടെ നടത്തി, എങ്കിലും ആൾക്കാർ വന്നില്ലെങ്കിലും സാരമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ സുവിശേഷം കേൾപ്പിച്ചല്ലോ. The other conversation is that it is true that not many people came. We spent a lot of money, but with whoever came, we were able to do the best with our resources. അങ്ങനെ ഉള്ള ഒരു സംസാരം വരുമ്പോൾ അവിടെ ഒരു സഭയിൽ ഒരു If ഐക്യമുണ്ട്. the conversation is in that manner, we can say that there is a unity in that congregation. അപ്പോസ്തലനായ പൗലോസ് എങ്ങനെ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. In Philippians chapter 2 verse 2, we see what Apostle Paul wrote about. അവിടെ ഇങ്ങനെയാണ് എഴുതിയത്: നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായിരിക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Then make my joy complete by being like-minded, having the same love, being one in spirit and of one mind. നമ്മളെല്ലാം അറിയുന്ന പോലെ ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ്. We know that Paul is writing to the church in Philippi. ഈ സമയത്ത് പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. Paul is writing this letter from a prison. കൂടുതൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല. I'm not getting into the details of the context. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നതാണ്: എൻ്റെ പ്രിയ വിശ്വാസികളെ, ഫിലിപ്പിയിലുള്ള സഭയെ, നിങ്ങൾ ഏക സ്നേഹം പൂണ്ട് ഏക മനസ്സുള്ളവരായി ഐക്യമത്യപ്പെട്ട് ഏക ഭാവം ഉള്ളവരായിരിക്കണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് എൻ്റെ സന്തോഷം. Paul is expressing his desire for his dear church in Philippi that they all will be united, one in love, in one spirit and in mind. അതിനോടുള്ള ബന്ധത്തിൽ താൻ അവിടെ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. There are 7 things that Paul is communicating here as a follow-up to this verse. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെയും ആറ്റിറ്റ്യൂഡ് എങ്ങനെയുള്ളതായിരിക്കണം. In other words, he is also writing that what should be our attitude. നമ്മൾക്കത് ഒന്നുകൂടി വായിക്കാം. എൻ്റെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് വായിക്കാം. Philippians chapter 2 verses 1 through 4. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ 1 പ്രബോധനം, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ 2 സ്നേഹത്തിൻ്റെ ആശ്വാസം, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ 3 ആത്മാവിൻ്റെ കൂട്ടായ്മ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ 4 ആർദ്രതയും മനസ്സലിവും. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട ഏകഭാവമുള്ളവരായി ഇങ്ങനെ സന്തോഷപൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ. 5-ാമത്തേത്, ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണണം. 6, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റവന്റെ ഗുണം കൂടി നോക്കണം. Please pay attention to these the verses and some of these phrases in there. If you have any encouragement, united in Christ, comfort, tenderness, compassion, being like-minded, same love, one in spirit and mind, nothing out of selfish ambition. The list goes on. Then it comes to humility, and each person should not look into their own interest. അപ്പോൾ ഈ ഒരു 7 ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരു 7 ഘടകങ്ങൾ നമ്മളുടെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ഐക്യമുണ്ട് എന്നാണ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. What Paul is telling us is that if our lives, if our existence has these 7 factors, components in it, then it is for sure that there is unity. അതാണ് നമ്മൾ ചിന്തിച്ച ആ 2 ഇല്ലസ്ട്രേഷനിലും ഉള്ളത്. അവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണുവാൻ സാധിക്കും. Through the first 2 illustrations, I was trying to set a context for these 7 things. അവിടെ നമ്മൾ ആദ്യം എന്താണ് പറയുന്നത്? വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ. പ്രബോധനം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സാഹം, ഉത്സാഹിപ്പിക്കൽ. So the first component here, first factor is encouraging, the process of encouraging other people. ഒരു ആശ്വാസം കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്വാന്തനിപ്പിക്കുക, ഒരു ഉപദേശം കൊടുക്കുക. ഇതെല്ലാം ആ പ്രബോധനം എന്ന വാക്കിൻ്റെ അകത്ത് വരുന്നതാണ്. So under the word encouragement comes comforting, encouraging, appreciating. All of these comes under encouragement. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഇങ്ങനെ ഒരു ചിന്താഗതിയാണ് വന്നത്. എന്തെങ്കിലും കാര്യം കണ്ടാൽ അതിനെ നമ്മൾ കുറ്റപ്പെടുത്താതെ
നമ്മൾ അതിനെ ഒന്ന് ഉത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. May I suggest that instead of looking at something that's different and being blaming and judgment, can we encourage when we see something good that is happening? ഞാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിച്ച് പോകുന്നില്ല. രണ്ടാമത് എന്താണ് പറയുന്നത്? സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ. The second factor is that if there is any comfort in love. ഇവിടെ ക്രിസ്തുവിലുള്ള സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെ ആശ്വാസം. The context of love here is the love that is in Christ and the comfort that comes. പ്രിയമുള്ളവരെ, നമ്മൾ തമ്മിലുള്ള സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമാണ്. My dear ones, the love that we extend to each other is coming from the love Christ has for us. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഈസ് ദി അഗാപ്പേ ലവ്. Yeah, we know that the love of Christ is the agape, the self-giving love. അതായത് എന്നെ സ്നേഹിക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, എങ്കിലും എന്നെ സ്നേഹിക്കുന്ന സ്നേഹം. Even though I am unworthy to receive the love of Christ, but still Christ continues to love me. എന്നെ സ്നേഹിക്കുവാൻ ഞാൻ യാതൊരു അർഹതയുമില്ലാത്തവനാണ്, എങ്കിലും എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹം. I do not deserve any love from Christ, but still He loves me. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു സ്നേഹത്തിന്റെ ആത്മാവ് നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരോട് ക്രിസ്തു നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തിന് ഉദാഹരണം വെച്ചുകൊണ്ട്, അല്ലെ ആ മാതൃക വെച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു സ്നേഹം. എന്തു കുറ്റമാണെങ്കിലും എന്തു കുറവുകളുണ്ടെങ്കിലും ആ സ്നേഹത്തിന് ഒരുവിധമായിട്ടുള്ള കുറവും വരാതെ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സ്നേഹം. Whatever is the weakness, whatever is the shortcoming, we are to model the same love that Christ has shown to us in our place of not deserving. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഒരു എൻകറേജിങ് ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. We should have an attitude of encouraging one another. സ്നേഹിക്കുന്ന ഒരു മെന്റാലിറ്റി നമുക്ക് We ഉണ്ടായിരിക്കണം. should have an attitude of loving each other. മൂന്നാമത് എന്താ പറയുന്നത്? ആത്മാവിൽ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. Then the third factor is there if there's a common fellowship of sharing in the spirit. ഒരാൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോൾ രണ്ട് കാര്യമാണ് അവന്റെ ജീവിതത്തിൽ നടക്കുന്നത്. When a person accepts Christ into their lives, there are two things that are happening in their life. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഹൃദയത്തിൽ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവന്റെ മനസ്സിന് വേണ്ടുന്ന ആശ്വാസവും സമാധാനവും കൊടുക്കുന്നതിനോടൊപ്പം God's in addition to the Holy Spirit coming into their lives and giving them the comfort and the assurance they need, അവന് വേണ്ടുന്നതായിട്ടുള്ള ഗൈഡൻസും അവന് വേണ്ടുന്നതായിട്ടുള്ള പരിശീലനം എല്ലാം കൊടുത്ത് അവനെ കർത്താവിന്റെ സാക്ഷിയായിട്ട് നിർത്തുകയാണ്. The Holy Spirit in addition gives the proper guidance, the training and the direction so that the person, the new believer, can be a true witness to the gospel. രണ്ടാമത് തമ്മിലുള്ള ഒരു സ്നേഹം രൂപാന്തരപ്പെടുകയാണ്. The second thing that is happening is there is a love and there is a common sharing that happens. കാരണം നമ്മളെല്ലാവരുടെ ഒരേ ആത്മാവാണ്. Because we have the same spirit in all of us. അപ്പോൾ നമ്മുടെ പിതാവ് ഒന്നാണ്. God the Father is one. നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം ഒന്നാണ്, ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടിയുള്ള ജീവിതം. All our intentions are one, that is the glory of God. അതുകൊണ്ട് ആ ഭക്തിയുടെ ആ ആത്മാവിന്റെ കൂട്ടായ്മയോട് കൂടിയുള്ള ഒരു ജീവിതമായിരിക്കണം, ആ മെന്റാലിറ്റി ആയിരിക്കണം നമ്മൾക്കുണ്ടായിരിക്കണം. Hence our life should manifest this common sharing that comes out of love from the Holy Spirit. നാലാമത് പറയുന്നത് വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. The fourth factor that is mentioned are two words, tenderness and compassion. മനുഷ്യവർഗത്തെ സന്ദർശിക്കുവാൻ ദൈവത്തെ ഉത്തേജിപ്പിച്ച അല്ലെങ്കിൽ ദൈവത്തെ പ്രേരിപ്പിച്ച ഘടകമാണ് ആർദ്രത. We know that what really motivated God to come in search of humanity is that tenderness and compassion. ദൈവത്തെ ഉപേക്ഷിച്ചു പോയ മനുഷ്യനെ വിടാതെ അവന്റെ പുറകെ നടന്ന് അവനെ തന്നിലേക്ക് ആകർഷിച്ച ആ ആർദ്രത, മനസ്സലിവ്, അത് നമുക്ക് മാതൃകയായിരിക്കണം. Instead of letting humanity go in their own rebellious way, God came in search of us with that tenderness and compassion, and we are to demonstrate this. അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ ബന്ധത്തിൽ എപ്പോഴും ഐക്യം ഉണ്ടായിരിക്കും. If there is this compassion and tenderness in our lives as a church, as a gathering, then clearly we will be effective. അഞ്ചാമത് എന്താണ് പറയുന്നത്? മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. The fifth one, it says that to consider others greater than oneself. ചിലർ നമ്മളെ സംബന്ധിച്ച് പലരും ഉണ്ട്, എപ്പോഴും എൻ്റെ കാര്യമാണ്, എനിക്ക് അങ്ങനെയാണ്, ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല, ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചില്ല, ഇന്ന് എനിക്ക് നല്ല സുഖമില്ല. അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുവാനായിട്ട്, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. We all know the human tendency to always think about and speak of our needs, my sleep, my medication, my work and my rest.
But what Paul is asking is that we should have even more concern about others' sleep and their rest and their work and their life. ആറാമത് എന്താണ് പറയുന്നത്? Sixth factor is ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം. not our own interest, not our own benefit. We should also look at how is this going to benefit this brother. സ്വന്തം ഗുണം നോക്കണ്ടെന്ന് പറയുന്നില്ല. Paul doesn't say that we should ignore our own benefits. സ്വന്തം ഗുണം നോക്കണം, എന്നാൽ അതോടൊപ്പം നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ അല്ലെ കൂട്ട് സഹോദരന്റെ സഹോദരിയുടെ കാര്യം കൂടി നമ്മൾ He's bringing a good balance that as we look into our own interests, we should also be mindful of the interests and benefits to others. വീണ്ടും നമ്മൾ ആ ഏഴാമതായിട്ട് വായിക്കുന്നത് എന്താണ്? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ. Then the seventh one saying that we should not do anything out of selfishness or vain concern. ശാഠ്യം എന്ന് പറഞ്ഞാൽ പുറത്ത് സഭയുമായിട്ട് ബന്ധപ്പെടാത്ത പല കാര്യങ്ങളും സഭയിലേക്ക് കൊണ്ടുവന്ന് സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം. An example of this would be someone working so hard to bring something into the church and to create such strife and division. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ സഭയിൽ എനിക്ക് ആരെങ്കിലും ഒക്കെ ആകണം എന്നുള്ള വിചാരത്തിലുള്ള പ്രവൃത്തി. Another practical example how this shows up is that I want to be someone in my church, so I'm going to introduce these things and make a name. അതുകൊണ്ട് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടത് താഴ്മയാണ്. Paul is saying that instead of having selfish ambitions and vain conceits and fight, Paul saying that you should have. അപ്പോൾ 7 കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഈ 7 കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ സഭയിൽ യാതൊരുവിധമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാതെ നമ്മൾ വളരെ ഐക്യത്തോടു കൂടി പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. If we keep these 7 things in our hearts, and if we behave keeping these 7 things in front in our church, we will have greater unity. And ഞാൻ ഒന്നുകൂടി പറയുന്നതിൽ ആവർത്തന വിരസത ഇല്ല എന്ന് ഞാൻ കരുതുകയാണ്. ഒന്നുകൂടി പറയട്ടെ, നമ്മളെല്ലാം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. Let me repeat it again, though it may sound redundant. We should encourage one another. സ്നേഹത്തിന്റെ ഒരു ആത്മാവിൽ നമ്മൾ അന്യോന്യം പെരുമാറണം. We should behave in such a way that we are comforting others with our love. കർത്താവിന്റെ ആത്മാവാണ് നമ്മളിൽ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. Because of the Holy Spirit is in with us, we have to have a common sharing in the Spirit. തമ്മിൽ ഒരു ആർദ്രത, ഒരു സ്നേഹം, ഒരു കരുതൽ അത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We should express tenderness and compassion to one another. എന്നേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവനെയും എന്നേക്കാൾ കൂടുതലായിട്ട് ശ്രേഷ്ഠനെന്ന് എണ്ണണം. I should consider other people greater than myself. അതുപോലെ മറ്റുള്ളവരുടെ കാര്യം കൂടി ഞാൻ നോക്കണം. എൻ്റെ കാര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കണം. I should also be interested in what concerns and what benefits others have. ശാഠ്യവും ദുരഭിമാനവും ഞാൻ മുറുകെ പിടിക്കാതെ താഴ്മയോടെ ഉള്ള ഒരു സമീപനം എനിക്കുണ്ടാകണം. Instead of having my tighter grip on my own selfish ambition and vain conceit, I should have humility. അവിടെ താഴ്മയോടെ, ആ താഴ്മയ്ക്ക് നമുക്ക് തന്നിരിക്കുന്ന മാതൃക നമ്മുടെ കർത്താവിന്റെ മാതൃകയാണ്. And we know that the humility, the model for that humility that is given there is Jesus Christ himself. കർത്താവിന്റെ ആ താഴ്ച, ആ മാതൃകയാണ് നമ്മൾ ഞായറാഴ്ചകളിൽ ആരാധനയുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ ആ ഭാഗം ധ്യാനിച്ചു. Every Sunday when we come here and we remember the Lord, we are consistently remembering the humility the Lord Jesus Christ demonstrated for us. ആ ഭാഗം ഒന്നുകൂടി വിവരിക്കാതെ പോയാൽ അത് ശരിയാകുകയില്ലയോ? So let me go over that part, that passage again. ജീസസ് അവിടെ നമ്മൾ വായിക്കുന്നത് he being in the form of God എന്നാണ് വായിക്കുന്നത്. Christ being in the very nature of God. അപ്പോൾ അവിടെ ജീസസ് he being God, he is in the form of God. Form of God എന്ന് പറയുമ്പോൾ തന്നെ he was permanent. ആ ഒരു വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്നത്. ഹി വാസ് പെർമനന്റ്ലി ഗോഡ്. മൂന്നാമത് ഹി ഈസ് ഈക്വൽ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഗോഡ്. The original languages clearly portray the meaning, a deeper, fuller meaning, that it's not that God was God for a short period. He has always been God, and still that is the nature that Jesus Christ. ആ ദൈവമാണ് താഴ്ച വന്നവനായി തീർന്നത്. It is that God who humbled himself in Jesus Christ, and he emptied himself എന്നാണ് നമ്മൾ പറയുന്നത്. Later in that verse say that Christ emptied himself. തന്നെത്താൻ ഒഴിച്ചു. Himself he emptied his. തന്റെ ദിവ്യത്വമല്ല താൻ ഒഴിച്ചത്. He did not empty his deity. എന്നാൽ തന്റെ റൈറ്റ്സ് ഉണ്ട്, ആ റൈറ്റ്സ് ആണ് താൻ ഒഴിച്ചത്. All rights, privileges, authorities that Christ had, that he could have exercised,
he emptied എന്താണ് himself. തൻ്റെ റൈറ്റ്? സ്വർഗത്തിൽ താൻ ഉപവിഷ്ടനായി ഇരിക്കുക എന്നുള്ളത് തൻ്റെ റൈറ്റാണ്. What is the right that Jesus gave it? That he has the full right to consistently, permanently live in heaven and not look at humanity. ആ സ്വർഗത്തിൽ എല്ലാവിധമായിട്ടുള്ള ഗ്ലോറി, എല്ലാവിധമായിട്ടുള്ള മജസ്റ്റി, എല്ലാവിധമായിട്ടുള്ള ഓണർ, എല്ലാവിധമായിട്ടുള്ള വർഷിപ്പും അത് സ്വീകരിക്കുവാനായിട്ടുള്ള യോഗ്യതയുള്ള ഒറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ ഈ ദൈവമാണ്. He alone is the person who is deserving of all glory, honor and praise, and he emptied himself of all of that. അങ്ങനെയുള്ളവൻ താഴ്ചയേറിയ ഭൂമിയിലേക്ക് കടന്നു വന്നു. Such a great God in humility came down to earth. ശാപം നിറഞ്ഞ ഈ ഭൂമിയിൽ, This world that is full of curse, എപ്പോഴും ആൾക്കാർ പരാതിയും പരിഭവങ്ങളും ദുഷ്ടതയും കൊലയും കൊള്ളയുമുള്ള ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നു. he humbled himself and came into this world full of wickedness and whining and complaint and chaos and disorder. ഈ ദൈവം എടുത്ത താഴ്മ അത് നമുക്കൊരു മാതൃകയല്ലേ? The humility that Christ demonstrated for us, isn't that a great example, model for us? എന്തിനു വേണ്ടിയാണ് അത് താൻ ചെയ്തതെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. Why did Christ make such a great move coming down to earth? It is for our own sins, to forgive us, to make us his children. എപ്പോഴൊക്കെ വേദപുസ്തകത്തിൽ കർത്താവിന്റെ താഴ്ചയെ പറ്റി പറയുന്നു, അതിന്റെ അടുത്ത വാക്യം അവന്റെ ഉയർച്ചയെ പറ്റിയായിരിക്കും. Anytime in the scriptures we read about the humility of Christ, the immediately following verses also talks about the greatness that he achieved. അപ്പോസ്തലനായ പൗലോസ് കർത്താവ് താഴ്ച വന്നവനാണെന്ന് മാത്രം പറയാനല്ല, അവരുടെ ഉയർച്ചയെ കൂടി കാണിക്കുന്നുണ്ട് എപ്പോഴും. Paul's point is not to always keep on say that Christ is humble, his humility. He, at the same time, he talks about the greatness, the majesty, the high esteemed state of the Lord. ഇങ്ങനെ വന്നവനായ ദൈവം താഴ്ചയുള്ളവനായി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചുവെങ്കിൽ അടുത്ത വാക്യം 9ാമത്തെ വാക്യം എന്നാ? ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി, യേശു എന്ന നാമത്തിങ്കൽ സ്വർലോകരും ഭൂലോകരും അധോലോകരും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ദൈവത്തിൻ്റെ നാമത്തിന് ഇതായി പറയുകയും ചെയ്യും, ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യും. In the first, while the first 3 verses talks about the emptying, the humble nature of Christ, Paul makes sure that the next 3 verses talks about the exalted, said what happens to Christ, how God exalted him and gave him the name above every name, that at the name of Jesus every knee shall bow, every tongue will acknowledge that Jesus Christ is the Lord, to the glory of God. ഇത് തന്നെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. We see the same pattern, the same theme in Hebrews chapter 2. അവിടെയും കർത്താവിന്റെ ആ താഴ്ചയെ പറ്റി പറഞ്ഞതിന് ഉടനെ തന്നെ അപ്പോസ്തലൻ പറയുകയാണ് അവന് ഉയർച്ച വന്നവനാണ്. കാരണം താഴ്ച വന്നവനായിട്ട് അപ്പോസ്തലന് കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. Starting in verses 5, here also we see the same pattern. Immediately after talking about the humility, the emptying of Christ, Paul talks about the high, exalted, where Christ is crowned with glory and honor. Paul refuses to keep Jesus only in a humble state. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു മാതൃക അത് നമ്മൾ പിന്തുടരുവാനായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. My dear friends, the Lord Jesus Christ has given us this model so that we might follow that model. അപ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടുന്ന ആ ഒരു സവിശേഷതയെ പറ്റി ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായിരിക്കും. അങ്ങനെ ഇരിക്കുന്നു എനിക്ക് സന്തോഷമാണ് എന്ന് താനോട് പറയുകയാണ്. Paul is closing that section by saying that when you are of the same mind and with one another, loving, comforting, tender, compassion, all of that, then you will have unity. And when I see that unity, Paul is saying that it will make me very happy. ഇപ്പം മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. സഭയുടെ മൊത്തത്തിലുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. He is talking in generality of his hope and expectation for the ഇനി church. സഭയുടെ ഐക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യുവാൻ പറ്റും? Now I would like to transition to talk about what can I do, what can you do to bring unity, to maintain unity in the church. അതിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം അതാണ് വായിക്കുന്നത്. We see that from Philippians chapter 2 from verses 12 until 17. അവിടെ നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അസാന്നിധ്യത്തിലും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷ പ്രവൃത്തിയിൽ കാണിക്കുക, അല്ലെങ്കിൽ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക.
ഒന്ന്, ഭയത്തോടും വിറയലോടും കൂടിയുള്ള ജീവിതം. The first thing he mentions, starting in verse 12, is that a life where we live out our salvation with fear and trembling. രണ്ടാമത്, അനുസരണമുള്ള ഒരു ജീവിതം. Second, a life that is characterized by obedience. അത് 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, നിങ്ങളുടെ രക്ഷ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി നിവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും. അതാണ് മൂന്നാമത്തെ കാര്യം. The third thing mentioned is that you may become blameless and pure children of God without fault. അതുകൊണ്ട് നിങ്ങൾ എന്നാ എടുക്കണം? നാലാമത്, എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. And then it's saying that you may do everything without any grumbling or arguing. അഞ്ചാമത്തെ കാര്യം, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നടക്കണം. The fifth, it says that you should hold firmly to the word of life. 17-ാം വാക്യത്തിൽ, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുക. അപ്പോസ്തലനായ പൗലോസ് തന്നെ അവരുടെ മുമ്പിൽ കാണിച്ചിട്ട് പറയുകയാണ്, ത്യാഗോത്മകമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കണം. Paul presents himself before the Philippian church and say that you should have a life of self-sacrifice. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിത രക്ഷയെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ രക്ഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾക്കൊക്കെ അറിയാം രക്ഷദാനമാണ്. രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടതായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾക്കൊക്കെ അറിയാം. എഫേസ്യർ 2-ാം അധ്യായം. We need to look into this phrase that says work out your salvation. What does that mean? We know for sure from Ephesians chapter 2 this does not mean that we have to work for our salvation. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ രക്ഷയെ നമ്മൾ അവസാനത്തോളം കൊണ്ടുപോകണം. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. The salvation you and I have received is given to us freely. What Paul is saying that we have to ensure that until our last day we have to live according to this salvation. ചിലരുണ്ട്, അവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കും, സ്നാനപ്പെടും. എന്നാൽ അവരുടെ ജീവിതം മുന്നോട്ട് അവസാനത്തോളം കൊണ്ടുപോകാനായിട്ട് പറ്റാതെ ഇടയ്ക്ക് വെച്ച് പിന്മാറിപ്പോകുന്നവരെ നമുക്കറിയാം. Yeah, we know some people who, they have good intentions, they're born again, they're baptized and fellowship with the church, but as the years go by, they slowly slip away. അപ്പോൾ ഇവിടെ പറയുന്നത്, അങ്ങനെ നിങ്ങൾ പിന്മാറിപ്പോകരുത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷയെ നിങ്ങൾ അവസാനത്തോളം കൊണ്ടുപോകണം എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. Paul is admonishing them that such should not be your case. What the free gift of salvation, you have to work it out, meaning you have to maintain it and live according to that salvation until your last. അതിന് ഒന്നാമത്തെ കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതം. That is, for the first, you have to watch your life. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോകേണ്ടത്? ഭയത്തോടും വിറയലോടും കൂടെയുള്ള ജീവിതം വേണം. That your life should be, you have to live it out with fear. എന്തുകൊണ്ടാണ് ഭയത്തോടും വിറയലോടും കൂടി നമ്മുടെ ജീവിക്കേണ്ടത്? Why with fear and trembling? 3 കാരണങ്ങൾ. 3 reasons are given. ഒന്നാമത്, നമ്മുടെ ഈ ശരീരം ബലഹീനമാണ്. First, we know that our bodies, our physical existence, we are weak. ജീവിതം എന്ന് പറയുന്നത് വളരെ ആയാസമായ ഒരു കാര്യമൊന്നുമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. We know that life in itself is a complex phenomenon. പലവിധമായിട്ടുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും പരിശോധനകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ജഡം മുന്നോട്ട് മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. In spite of many attacks and struggles and temptations, our bodies, our existence, we are prone to give into those. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടി ഓരോ കാലം മുന്നോട്ട് വെക്കണം. Paul is saying that because of that fact, every step you should take with much fear and trembling. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കാരണം നമ്മൾ ഭയത്തോടും വിറയലോടും കൂടി ജീവിക്കണം എന്നുള്ളത്? രണ്ടാമത്തെ കാര്യം, നമ്മൾ കർത്താവിനെ ദുഃഖിപ്പിക്കുവാനായിട്ട് പാടില്ല. The second reason why we should live with fear and trembling is that we should never bring any sorrow to our Lord Jesus Christ. എത്ര വലിയൊരു രക്ഷയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നിരിക്കുന്നത്. ആ രക്ഷയിൽ നിന്ന് ഞാൻ പിന്മാറി പോകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ കർത്താവിനെ ഞാൻ ദുഃഖിപ്പിക്കുന്നവനാണ്. അങ്ങനെ നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിക്കുവാൻ പാടില്ല. Why is this the case? Because if we backslide from this great salvation that the Lord has prepared for us, it will bring sorrow to his name, and that will also be a very shameful state for us. മൂന്നാമത്തെ കാരണം എന്താണ്? നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. Third reason is that we all have to stand before the judgment seat of Christ to give an account of our lives. ഈ 3 കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വളരെ ഭയത്തോടും വിറയലോടും കൂടി നമ്മൾ കഴിയുന്നു. Because of these 3 things, we have to take every step in our life with much fear and trembling. രണ്ടാമത് പറയുന്ന കാര്യം എന്നാ? നിങ്ങൾ അനുസരിച്ചതുപോലെ, എന്നിട്ട് അതിനോട് ചേർന്ന് പറയുകയാണ് എന്നതാണ്,
നിങ്ങളുടെ രക്ഷ പ്രവൃത്തിയിൽ കാണിക്കുക, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ ദൈവമല്ലോ, തിരുവുള്ളമുണ്ടായി നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ രക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകി തന്നിട്ടുണ്ട്. So what verse 13 means is that the moment we accept Christ into our lives, God gives us His Holy Spirit to dwell in us. ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്റ്റേറിംഗ് അത് നമ്മൾ അനുസരിക്കുകയാണ്. We should constantly listen to and obey the guidance that voice of the Holy Spirit. നമ്മൾ തെറ്റിപ്പോകുന്ന അവസരത്തിൽ ഈ ആത്മാവ് നമ്മളോട് പറയും, മോനെ എന്ന് പറഞ്ഞ് നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ അവിടെ നിർത്തി അത് അനുസരിക്കേണ്ടവരാണ്. Anytime we hit that point where we are trying to deviate from the life that Christ is expecting of us, the Holy Spirit steps in and gives us a warning to turn back. We have to pay attention. മൂന്നാമത് എന്താണ്? എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുക. The third thing is to do everything to conduct our lives without any whining or argument or complaint. എന്തുകൊണ്ടാണ് പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യണമെന്ന് പറയുന്നത്? Why is that the case? മൂന്ന് കാരണങ്ങൾ. പെറുപെറുപ്പും വാദവും ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. Three reasons that I see here. First, a life of complaining, arguing, debating is not coming from God. പെറുപെറുപ്പും വാദവും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി സഭയെ ഒരു അനൈക്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. Because if we apply to the life of our congregation, our assembly, such kind of behavior immediately causes division and split. വഴക്കും വിഭജനവും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒന്നാണ് അത്. അതുകൊണ്ട് അവിടെ നമ്മൾ മാറി നിൽക്കണം. Because it complaining and debating has the potential to create disintegration in the church, we have to always withdraw from it. മൂന്നാമത് പെറുപെറുപ്പും വാദവും കൂടാതെ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? മൂന്നാമത് അങ്ങനെ ചെയ്യേണ്ടുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന്റെ മരുഭൂമി പ്രയാണത്തിൽ നമുക്കൊക്കെയും അറിയാം, അത് അവർക്ക് ശിക്ഷാവിധിയായിട്ടാണ് തീർന്നത്. The third reason why we should abstain from complaining and debating and arguing is that we know what happened to the Hebrew people. It is their complaining and arguing and fighting against God that led അതുകൊണ്ട് to ഇവിടെ punishment. സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ രക്ഷയെ പൂർത്തീകരിക്കുന്നതിന് പകരം എന്താ സംഭവിക്കുന്നത്? നമ്മളിലേക്ക് തന്നെ ന്യായവിധി വരുത്തി വെക്കുകയാണ്. So instead of living a life, instead of working out our salvation, what we are doing is we are inviting eternal judgment into our life. അതുകൊണ്ട് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും എന്നുള്ളത് നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ സഭാ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. In our congregational living, it's very important to pay attention to what Paul says, do everything without grumbling or arguing. നാലാമത്തെ കാരണം, നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിട്ടുള്ള ഒരു ജീവിതം. The fourth reason that Paul is saying is that what God expects from us is a life where we are found blameless and pure children of God without fault. പ്രിയമുള്ളവരെ, നമ്മളെ ഈ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നവരാണ്. We have been called and separated from the ways of this അതുകൊണ്ട് world. ലോകത്തിന് അനുരൂപമായിട്ടുള്ള ഒരു ജീവിതമല്ല നമ്മൾക്ക് വേണ്ടത്. So the life that is expected of us is not to follow the same way of the world. ഞാൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ എന്നുള്ളതാണ് കർത്താവിന്റെ കൽപ്പന. Because I am holy, you also should be holy. This is the command from the Lord. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം വളരെ വിശുദ്ധിയോടുകൂടി മറ്റുള്ളവരെ നമ്മളെ കൈ ചൂണ്ടി നീ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുവാൻ ഇടവരാത്ത രീതിയിൽ അനിന്യരായി പരമാർത്ഥികളായി ഉള്ള ഒരു ജീവിതം, കർത്താവിൻ്റെ നിഷ്കളങ്ക മക്കളായിട്ടുള്ള ഒരു ജീവിതം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുമോ? May it never happen that another person points their fingers at us and say, you are a believer, why are you living such an holy life? Instead, let us live as blameless, pure as children of God without any fault. അഞ്ചാമത്തെ കാരണം, The fifth reason, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കണം. because it says that you have to hold firmly to the word of life and live that word of life. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ അടിസ്ഥാനമായിരിക്കണം നമ്മുടെ ജീവിതം. What that means is that every aspect of our life should be based on the word of God. സുവിശേഷം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, A life where we share the gospel with others. സഹവിശ്വാസികളെ നമ്മളോടൊപ്പം കൂട്ടിക്കൊണ്ടുള്ള ഒരു ജീവിതം, A life where we gather all fellow brothers and sisters together and a Christian living.
ഈ 5 കാര്യങ്ങൾ ഒരു തവണ കൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ ഭയത്തോടും വിറയലോടും കൂടി നമ്മൾ ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുന്നവരാണ്. We should be careful that we take every step in life with fear and trembling. അനിന്യരും പരമാർത്ഥികളും ആയിട്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. We should be blameless and pure children of God. പരിശുദ്ധാത്മാവിന്റെ ആ മർമ്മരം കേട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. We should always take heed to the guidance and that voice of the എല്ലാ Holy പിറുപിറുപ്പും Spirit. വാദവും കൂടാതെ ചെയ്യുന്നവരായിരിക്കണം. We should live our lives without any grumbling or arguing. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. We should live a life where we are holding firmly to the word of life. അപ്പോസ്തലനായ പൗലോസ് തന്നെ നമ്മളോട് ചൂണ്ടി പറയുകയാണ്, നിങ്ങളുടെ ജീവിതം എന്നെ പോലെ ത്യാഗോത്മകമായ ഒരു ജീവിതം ആയിരിക്കണം. Finally, Paul is saying, by pointing himself before the Philippian church, is saying that your life should demonstrate a self-sacrificial living. അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുമ്പോൾ അപ്പോസ്തലൻ ഇവിടെയാണ് പറയുന്നത്, ഞാൻ സന്തോഷിക്കുന്നത് പോലെ നിങ്ങളും സന്തോഷിക്കും. And Paul is saying that if you are living in this manner, just like I am happy and delighted in that, you will also have this അങ്ങനെ happiness തന്നെ and നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോട് കൂടെ സന്തോഷിപ്പീൻ. delight. Paul is saying that rejoice together with me. അപ്പൊ പൗലോസ് എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ് ഐക്യത്തില്, ഏക ഭാവമുള്ളവരായിട്ട് നിങ്ങൾ ആയിരിക്കുമ്പോൾ പൗലോസ് സന്തോഷിക്കും. അതേ നിലയിൽ ആ ഗുണഗണങ്ങളൊക്കെ നമ്മളും എക്സിബിറ്റ് ചെയ്തുള്ള ഒരു ജീവിതം നമ്മളും ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കും വളരെ സന്തോഷത്തോടു കൂടി സഭയിൽ കടന്നു വരുവാനും സഭയിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും നമ്മൾക്ക് മുന്നോട്ട് കർത്താവിന് നാമമഹത്വത്തോടെ ജീവിക്കുവാനും സാധിക്കും എന്നുള്ളത്. Paul is highlighting again that when we all live in one accord with the one peace and in one mind, it makes him happy, it makes God happy, it makes us happy in such a way, if we live, that we can live our assembly, our congregation life with much unity, thereby bringing glory to God's name. ദൈവനാമം വാഴ്ത്തപ്പെടുവാണ്. May the name of the Lord be praised.